सजा भारत अनोखा राग है। सौरागिनियों से सजा भारत अनोखा राग है। ये प्यार का संगीत है, ये शादी का गीत है, ये एकता का राग है। भारत अनोखा राग है। सोरागिनियों से सजा भारत अनोखा राग है, अनोखा राग है। भारत के इस एक तारे पे गूंज है जो जो रागिनी, सब मिल गई एक धुन बनी। इस धुन पे गाना एक है, इस धुन का एक है। ये राग सबका राग है, भारत अनोखा राग നമ്മുടെ രാജ്യം അതിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഈ കോവിഡ്-19 മഹാമാരി കാലത്ത് അതിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സർക്കാർ ഓഫീസുകൾ, നമ്മുടെ നാട്ടിൻപുറങ്ങൾ, ഇവിടെയെല്ലാം സ്വാതന്ത്ര്യദിനാഘോഷം അതിവിപുലമായി നമ്മൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം അതിവിപുലമായും പ്രൗഢഗംഭീരമായും ആഘോഷിക്കണമെന്നാണ് ഓരോ ഭാരതപുത്രനും, ഓരോ കേരളീയനും, ഓരോ മലയാളിയും എല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നിൻ്റെ സാഹചര്യം നമ്മളെ അതിനനുവദിക്കുന്നില്ല. ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മൾ ഓർമ്മപ്പെടുന്നത് രാജ്യത്തിൻ്റെ പരമമായ ജീവവായു എന്നത് നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അതിന് പുറകോട്ട് 200 വർഷക്കാലം നമ്മുടെ നാടിനെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭരണത്തിന് അറുതി വരുത്തിയ ധീരദേശാഭിമാനികളെ നമ്മൾ വിസ്മരിച്ചുകൂടാ. ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ജീവത്യാഗം കൊണ്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ പരുവപ്പെട്ടത്. ഇനിയും നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ മുന്നേറേണ്ടതുണ്ട്. അതിന് ഇനിയും ഇന്ത്യയെ നമ്മൾ ശോഭനമാക്കി മുമ്പോട്ട് നയിക്കേണ്ടതുണ്ട്. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഓരോ വിദ്യാലയത്തിൽ നിന്നും പുറത്തു വരുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ നാടിൻ്റെ ശോഭനമായ ഭാവിക്ക് ഉതകുന്ന രീതിയിലേക്ക് സമൂഹത്തിൻ്റെ വഴികാട്ടികളായി, സമൂഹത്തിൻ്റെ മാർഗദീപങ്ങളായി, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ സ്തംഭങ്ങളായി മാറുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ പരുവപ്പെടുത്തുന്നത് നമ്മുടെ സ്കൂളുകളും നമ്മുടെ കലാലയങ്ങളുമാണ്. നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് നമ്മുടെ ബാബുജി സെൻട്രൽ സ്കൂൾ. ആ ബാബുജി സെൻട്രൽ സ്കൂൾ നമ്മുടെ നാടിന് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ ബാബുജി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും അനധ്യാപകർക്കും സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾക്കുമെല്ലാം, രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. വ്യക്തിപരമായ പേരിലും
കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലുമുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ഈ കോവിഡ് മഹാമാരി മാറുകയും നമ്മളെല്ലാം ഒരുമിച്ച് ഇരിക്കുകയും നേരിൽ കാണുകയും സംവദിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Dear Principal, staff and beloved students, today we are celebrating the 75th Independence Day of our nation. Even though it is COVID-19 pandemic situation, it's our duty to celebrate Independence Day with much pomp and splendor. As we celebrate the independence of our nation, let's remember and salute our past leaders who lost their lives in the battle for the freedom we are enjoying today. Freedom is in our minds and faith is in our hearts. Likewise, pride is in our souls and love for the nation in our blood. Dear students, remember the future of the country depends upon you. Your perseverance, dedication and commitment to your life will determine the future of India. Let's make it a cheerful day. I wish you all happy Independence Day. Jai Hind. वन्दे मातरम् वन्दे मातरम् वन्दे मातरम् वन्दे मातरम् सुजलां सुफलां मलयज शीतलाम् सस्य श्यामला मातरम् वन्दे मातरम् वन्दे मातरम् शुभ्रज्योत्स्नां पुलकित
A warm good morning to all. Today we are here to celebrate the 75th Independence Day of our country. And I must say that now we live in a free India. But what India was before 1947, how we were enslaved, and how every Indian fought against the powerful British and gained freedom. This is something which everyone ought to know and understand. Hence, every Independence Day, when we celebrate our freedom, we must also pay our tribute to the ones who fought for it, to the ones who held a vision for our country, and to the ones who sacrificed themselves for the same. On this occasion, our thoughts turn first to Mahatma Gandhiji, the man behind the struggle for freedom, and the martyrs who made the supreme sacrifice for our country's liberty. We must also remember the great patriots who liberated our motherland from the colonial rule. Even today, we have many soldiers who love, or you can say who love their country, or who live their luxurious life to protect the nation and us. They go on the mission with no idea whether they will come back alive or wrapped in national flag. Many wars have taken place. The Kargil War, India-China War, violating the rules of the line of control, etc. But every time our armed forces proved that there is no more compromise. So dear students, there is enough hate and violence in the world, and now we need to build a better future full of love, unity and understanding. Today, let us take some time to value our nation and never forget the sacrifice of those who gave us freedom. May your spirits rise with the flag today. Happy Independence Day. Jai Hind. KES ജനറൽ മാനേജർ ശ്രീമതി മേരി സാമുവൽ, സ്കൂൾ പ്രിൻസിപ്പൽ ശാന്തമ്മ ജോസഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശിവൻ സാറ്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൊച്ചുകുട്ടികളെ, ഇന്ത്യ മഹാരാജ്യം ഇന്ന് 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പാപ്പുജി സെൻട്രൽ സ്കൂൾ കുന്നപ്പള്ളി PTA കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യം 1947 സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യം ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും കോവിഡ് എന്ന മഹാമാരിയുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. കോവിഡിൽ നിന്നും മുക്തി നേടി സ്വസ്ഥ ജീവിതം നയിക്കുവാൻ ജഗദീശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചനം ധീരദേശാഭിമാനികളെ സലാം.
ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ ജയ് കിസാനോ ജയ് ജവാനോ ജയ് കിസാനോ ജയ് ജവാൻ. ജയ് കിസാനോ ജയ് ജവാനോ ജയ് കിസാനോ ജയ് ജവാൻ. ജയ 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 ദേശം ജയ 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 ഭാരതം. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണ് സ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ഒരു നറുമലരിതള് പോലെ മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങി. ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, സേനാനികളെ, ആയിരമായിരം അഭിവാദ്യങ്ങൾ, ആയിരമായിരം അഭിവാദ്യങ്ങൾ. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലായ സുഫലായ മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. പടയോട്ടത്തിൻ മണ്ണാണ് ഇത്, ഇതിഹാസോജ്വല നാടാണ്. പടയോട്ടത്തിൻ മണ്ണാണ് ഇത്, ഇതിഹാസോജ്വല നാടാണ്. ഇവിടെ ചൊരിയും ചോരയിൽ നിന്ന് ജനലക്ഷങ്ങൾ ഉയർന്നു വരും. ഇവിടെ ചൊരിയും ചോരയിൽ നിന്ന് ജനലക്ഷങ്ങൾ ഉയർന്നു വരും, ജനലക്ഷങ്ങൾ ഉയർന്നു വരും. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലായ സുഫലായ മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. സത്യമഹിംസ കൊടുമുടികൾ ഇത് സ്വാതന്ത്ര്യ പടിവാതിലുകൾ. സത്യമഹിംസ കൊടുമുടികൾ ഇത് സ്വാതന്ത്ര്യ പടിവാതിലുകൾ. അതിരുകളില്ലാതിവിടെ പൊരുതിയ പടയാളികളെ അഭിവാദ്യം. അതിരുകളില്ലാതിവിടെ പൊരുതി പടയാളികളെ അഭിവാദ്യം, പടയാളികളെ അഭിവാദ്യം. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലായ സുഭരായ മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഭാരതമാണെൻ്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെൻ്റെ നാട്. സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെൻ്റെ നാട്. ഒരുമയോടെ വാഴുന്ന നാട്, പെരുമകളുള്ളൊരു നാട്. വീരപോരാളിതൻ നാട്, ധീര ജവാന്മാർ തന്നാട്. വീരപോരാളിതൻ നാട്, ധീര ജവാന്മാർ തന്നാട്. നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്. ഏകത്വമുള്ളൊരു നാട്, അഭിമാനം ലേകുന്ന നാട്. ഏകത്വമുള്ളൊരു നാട്,
അഭിമാനം ലേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്. പഞ്ചശീലാരാമമേ സൗഹൃദ കേദാരമേ, നിന്നെ ഞാൻ നമിക്കുന്നു ഭാരതാംബികേ വീണ്ടും. പഞ്ചശീലാരാമമേ സൗഹൃദ കേദാരമേ, സത്യവും അഹിംസയും കൈമുതലാക്കിയിടുന്ന നിസ്തുല പ്രഭാവമേ, നിനക്കു നമോവഹം ഭാവുകം നേരുന്നു. നിനക്കായി ഭരതാംബികേ ഭാവുകങ്ങൾ നേരുന്നു. നിനക്കായി ഭരതാംബികേ പഞ്ചശീലാരാമമേ സൗഹൃദ കേദാരമേ. കാർവർണ്ണഗീതധ്വനികൾ മുഴക്കിയ കർമ്മഭുവാം നാടേ, കാളിദാസ പ്രഭാവ ശ്രീലാളിത കാളിദൻ മംഗല്യ നാടേ. ഈ നാട് നമ്മുടേത്, ഈ ലോകം നമ്മുടേത്, ഈ മാതൃഭാരതം നമ്മുടേത്, ഇനിയുള്ള നാളുകൾ നമ്മുടേത്. ഈ മഞ്ഞുമലകളുടെ നെറുകയിൽ ചിതറുന്ന ചുടുചോരമുത്തുകൾ നമ്മുടേത്. തളരാത്ത മനസ്സുകൾ നമ്മുടേത്, തളരാത്ത കാലുകൾ നമ്മുടേത്, തളരാത്ത കാലുകൾ നമ്മുടേത്. പഞ്ചശീലാരാമമേ സൗഹൃദ കേദാരമേ, കരുതലോടെന്നും കരൾ തൊട്ടു പാലിച്ച വസുദേവ മന്ത്രങ്ങൾ നമ്മുടേത്. കഴുകന്റെ നഖമുനകൾ പിഴുതു മുന്നേറുവാൻ കഴിയും കരുത്തുകൾ നമ്മുടേത്. തളരാത്ത മനസ്സുകൾ നമ്മുടേത്, തളരാത്ത കാലുകൾ നമ്മുടേത്, തളരാത്ത കാലുകൾ നമ്മുടേത്. പഞ്ചശീലാരാമമേ. My name is Devarshana A. I'm studying in 6th standard. Today I am going to sing a patriotic song. സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമപ്പൂവിരിഞ്ഞാൽ, കന്യാകുമാരി കടൽ തീര സ്വാഗത മംഗളം പാടേണം, സ്വാഗത മംഗളം പാടേണം. വന്ദ്യ ഹിമാലയ വിശ്വപ്രശാന്തിതൻ മന്ത്രം ജപിക്കുമ്പോൾ, വന്ദ്യ ഹിമാലയ വിശ്വപ്രശാന്തിതൻ മന്ത്രം ജപിക്കുമ്പോൾ, വിന്ധ്യനും സഹ്യനും മാറുമാ സന്ദേശം വീണ്ടും മുഴക്കേണം, സന്ദേശം വിണ്ണിൽ പരക്കേണം. സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമപ്പൂവിരിഞ്ഞാൽ, കന്യാകുമാരി കടൽ തീര സ്വാഗത മംഗളം പാടേണം, സ്വാഗത മംഗളം പാടേണം. ഗംഗയിൽ യമുനയിൽ തുംഗഭദ്രയിൽ പമ്പയിൽ കാവേരിയിൽ,
സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമപ്പൂ വിരിഞ്ഞാൽ കന്യാകുമാരി കടൽ തീര സ്വാഗത മംഗളം പാടേണം, സ്വാഗത മംഗളം പാടേണം. 80 കോടി ജനങ്ങളും കേൾക്കണം, കൂടെ പാടേണം. 80 കോടി ജനങ്ങളും കേൾക്കണം, കൂടെ പാടേണം. എൻ്റെ നാടെൻ്റെ നാടെൻ്റെ നാടെന്നുള്ള ചിന്തയുണർത്തേണം, പാരാകെ കോരിത്തരിച്ചിടണം. സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമപ്പൂ വിരിഞ്ഞാൽ കന്യാകുമാരി കടൽ തീര സ്വാഗത മംഗളം പാടേണം, സ്വാഗത മംഗളം പാടേണം. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा जाहे अनेक है. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा जाहे अनेक है. बेला गुलाब जूही चंपा चमेली, बेला गुलाब जूही चंपा चमेली, प्यार प्यार फूल घूमते माला में एक है. प्यार प्यार फूल घूमते माला में एक है. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा जाहे अनेक है. कोयल की कूक न्यारी, पपीते की टेर प्यारी, कोयल की कूक न्यारी, पपीते की टेर प्यारी, गा रही तराना बुलबुल राग मगर एक है. गा रही तराना बुलबुल राग मगर एक है. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा जाहे अनेक है. गंगा यमुना ब्रह्मपुत्र कृष्ण कावेरी, गंगा यमुना ब्रह्मपुत्र कृष्ण कावेरी, जाके मिल गई सागर में हुई सब एक है. जाके मिल गई सागर में हुई सब एक है. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा जाहे अनेक है. धर्म है अनेक जिनका सबसे बही है, धर्म है अनेक जिनका सारे बही है. पंथ है निराले सबकी मंजिल तो एक है, पंथ है निराते सबकी मंजिल तो एक है. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा जाहे अनेक है. रंग रूप वेश भाषा जाहे अनेक है. വിഭാഗമേ ഉണരൂ, നവവിഭൂതി രശ്മികൾ തൂവൂ. വീണ്ടും ഇവിടെ ഭാരത മണ്ണിന് വെളിച്ചമേകാനുണരൂ. ഉണരൂ 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 ഉണരൂ. വിഭാതരശ്മി വീണ്ടും നമ്മുടെ വീഥിയിൽ വിടരേണം. സൗഹാർദ്ദതയുടെ സുന്ദര മലരുകൾ സൗരഭ്യ
അഭിമാനികളുടെ നാട്, പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട്. ഗാന്ധി പിറന്നൊരു നാട്, ശാന്തി എഴുന്നൊരു നാട്. മൂവർണ്ണക്കൊടി പാറി നടക്കും സമത്വ സുന്ദര നാട്. അഭിമാനികളുടെ നാട്, സ്വതന്ത്ര ഭാരത നാട്. കൊള്ളക്കാരെ വെള്ളക്കാരെ തുരത്തി വിട്ടൊരു നാട്. നമ്മുടെ ഭാരത നാട് ഇത്ര മനോഹര നാട്. ഇതിഹാസങ്ങൾ പിറന്നു വീണൊരു പുണ്യം വഴിയും നാട്. ഭാരതീയ നമ്മളൊറ്റ മാതാവിൻ മക്കളല്ലോ, ഒരുമയോടെന്നും നമ്മൾ പുലർന്നിടേണം. ഭാരതീയ നമ്മളൊറ്റ മാതാവിൻ മക്കളല്ലോ, ഒരുമയോടെന്നും നമ്മൾ പുലർന്നിടേണം. ഭാഷ വേറെയായിരിക്കാം, ദേശം പലതായിരിക്കാം, ആഹാരവും ആചാരവും വേറെയാകാം. ഭാഷ വേറെയായിരിക്കാം, ദേശം പലതായിരിക്കാം, ആഹാരവും ആചാരവും വേറെയാകാം. മക്കൾ തന്റെ ഐക്യമാണു മാതാവിൻ ശക്തിയെന്നും അവരല്ലോ മാതാവിൻ അരുമ മക്കൾ. മക്കൾ തന്റെ ഐക്യമാണ് മാതാവിൻ ശക്തിയെന്നും അവരല്ലോ മാതാവിൻ അരുമ മക്കൾ. സ്വാർത്ഥ ചിന്ത പുലർത്തല്ലേ, സഹജരെ വെറുക്കല്ലേ, പരസ്പരം കലഹിക്കാൻ തുടങ്ങിടല്ലേ. സ്വാർത്ഥ ചിന്ത പുലർത്തല്ലേ, സഹജരെ വെറുക്കല്ലേ, പരസ്പരം കലഹിക്കാൻ തുടങ്ങിടല്ലേ. ഭാരതീയ നമ്മളൊറ്റ മാതാവിൻ മക്കളല്ലോ, ഒരുമയോടെന്നും നമ്മൾ പുലർന്നിടേണം. ഒരുമയോടെന്നും നമ്മൾ പുലർന്നിടേണം. Good morning to all respected judges, teachers, and my dear friends. We are going to celebrate our 74th Independence Day. In this occasion, I would like to share my little thoughts regarding the topic Gandhi, the peace fighter. Mohandas Karamchand Gandhi, also known as Mahatma, was born in Porbandar, the capital of a small principality in what is today the state of Gujarat in western India. Gandhi's life was always an ideal life for people. What he achieved in his life was a miracle. He lived in the hearts of millions of Indians and respected by all. He laid great emphasis on banishing untouchability, promoting Hindu-Muslim unity, promoting literacy, and in the development of a great nation India. Further, the main reason why people are inspired by Gandhiji is his philosophy in truth and non-violence. He used tools like Upavas, Satyagraha, Ahimsa, and non-cooperation to achieve his goal. He was an ordinary man with an extraordinary to live his life according to the principles of truth and non-violence. Gandhi dedicated his life to promoting and peacefully fighting for equality. He truly was the change he wished to see in the world. His practice of Satyagraha has inspired countless others to live a life of peace. He gave his time and life to create a better world. Our Bapuji teaches a lot of lessons through his life. They include try implementing peaceful actions into your daily life. Maintain peace when others test your patience. Solve conflicts using peaceful actions. Mahatma Gandhi once said,
You must not lose faith in humanity. Humanity is like an ocean. If a few drops of ocean is dirty, the ocean doesn't become dirty. As the future of our country, we must honor him by living with his principles of truth and non-violence and peace, and lead our country to an incredible nation. Jai Hind. A warm good morning to all, respected teachers and my dear friends. First of all, I wish you a very happy Independence Day. On this occasion, I would like to speak a few words about Gandhiji, the peace fighter. On 15th August 1947, India got independence from British rule. We should celebrate this day with great spirit. On this occasion, we should remember our great leaders like Mahatma Gandhi, Nehru, Subhash Chandra Bose, etc. Among them, Gandhiji was the backbone of our freedom struggle. The philosophy of Gandhiji was based on truth and non-violence. He also followed Ahimsa to fight the freedom struggle. According to Gandhiji, one should be brave, not a coward. One should fight a war with the weapons of truth and non-violence. Gandhiji said that there is no God higher than truth. According to Gandhi's thought, non-violence is the ultimate solution of every kind of problem in the world. By the effort of Gandhiji, India became independent. Gandhiji is father of our nation. Because of Gandhiji, we are living happily now, enjoying our freedom. So dear friends, we should remember our freedom fighters. I conclude my words by saying that the path of Gandhiji is relevant, not only for today, but forever. Thank you. Respected principal, teachers, parents, and my dear friends, a warm good morning to one and all. I'm Nadina Ahmed of Class 6. It's my privilege to share a few words on the value of the legendary leader Mahatma Gandhi, the peaceful fighter, who had a unique way of living and a practitioner of truth, non-violence, tolerance, and freedom, even as he rolled by the Gandhian principles remaining evergreen and have the power to enlighten the world. He was the true leader of people and he impressed people with powerful personality. He always advocated non-violence. It's a weapon he used to gain freedom to our country. He thought that world is a lesson. One can achieve anything through the weapon of non-violence, tolerance, and perseverance. As we all know, Gandhian principles remaining relevant not only India but the entire world. The essence of his teaching was fearlessness and truth. His principles aims were freedom thoughts. Peaceful means national unity, ending of untouchability. Gandhian principles resolve lost morality, regain humanity. My dear friends, let me conclude by saying the great words of Gandhiji. Your belief become your thoughts become your words become your action become your values become your destiny. Thank you. Good morning to all. I am Shreya Sudesh of class 9. Today I am here to speak a few words about the topic Gandhiji, the peace fighter. Mohandas Karamchand Gandhi, popularly known as Bapu, Mahatma Gandhi or Father of the Nation, was born at 2nd October 1869 at Porbandar in Gujarat. 2nd October is celebrated as Gandhi Jayanti in India as well as International Day of Non-Violence all across the world. The aim of celebrating this occasion is to pay tribute to Mahatma Gandhi as well as to let our future generation know about the struggle made by Mahatma Gandhi in order to establish socio-economic equality, communal equality and Sarva Dharma Samha. Mahatma Gandhi is the greatest apostle of peace the world has seen after Buddha and Christ. His notion of peace is centered on non-violence, individualism, salt force and forgiveness. According to Gandhi's views on peace, there must be the absence of war, injustice and exploitation in society. He is still remembered among us the symbol of peace and truth.
The most fundamental principle of his philosophy of peace is ahimsa or non-violence, which is the law of love, life and creation as opposed to violence or hinsa. A speech is not enough to speak about Mahatma Gandhi's values and deeds, but we as a future can honor him by living our life with his principles of peace, truth and non-violence, and led our country to an incredible nation. Thank you and have a nice day. Jai Hind. Good morning to one and all gathered over here. Respected Principal Ma'am, beloved teachers and my dear friends. This day marks the historical day on which 74 years ago we got independence. Certainly, there are decades of sacrifices and struggles behind all of that. I wish you all a very happy Independence Day. Today, I am going to speak about the topic Gandhiji the Peace Fighter. We all know that Gandhi is the father of the nation. Yes, definitely he was the peace fighter. Truth and ahimsa were the guideline principle for him. That was Gandhi's weapon. The very term fighting for peace seemed contradictory and antagonistic. Gandhi chose to fight not because he approved violence, but because he disliked being a pacifist. Peace does not simply absence of war. Rather, it implies justice, equality, and freedom from fear. Gandhi, one of the apostles of peace, not only propagated peace at the world level, but also understood fully. Without inner peace and growth of spirituality at the individual level, there can't be any peace and tranquility at the global level. For this to happen, individuals and civil societies would have to play an important role. Gandhi thought that backing out from a fight was a cowardly act because it led to withholding or running away from the truth. He always believed that all the conflicting parties have same truth in their version of art. He believed that fighting to be an art that could be learned and practiced effectively. We need to reinvent Gandhi because his ideas are more relevant than ever before. Gandhi once says that if you want real peace in the world, start with children. The nation's responsibilities lies on the shoulders of the youth. Without common minimum values such as non-violence, tolerance, empathy, mutual understandings, humanities, moral excellence and peaceful environment is not possible. The time has to come to make rational, intelligent and practical choice of fighting for peace in the non-violent way. If we wish to grow and survive, there is no other way to live non-violently, and we should work for a peaceful and better India. I conclude my words by saying the famous quote about Mahatma Gandhi by Albert Einstein. Generations to come will scarce believe that such a one as in ever, in flesh and blood, walked upon this earth. Jai Hind. Good morning. Today I'm here to say a few words on the topic Gandhiji, the peace fighter. Mohandas Karamchand Gandhi, an Indian lawyer, anti-colonial nationalist, employed non-violent resistance to lead the successful campaign for India's independence from British rule, and in turn inspired movements for civil rights and freedom across the world. He was born and raised in a Hindu family in coastal Gujarat. After learning law, he moved to South Africa to represent an Indian merchant in a lawsuit. At 1915, aged 45, he returned to India. He set about organizing peasants and urban laborers to protest against excessive land, tax and discrimination, bringing anti-colonial nationalism to the common Indians. Gandhiji led them in challenging the British imposed salt tax with the 240-mile Dandi March in 1930, and then calling for the British to quit India in 1942. He was imprisoned many times and for many years in both South Africa and India. Gandhiji's Satyagraha was based upon the Vedantic ideals of self-realization, ahimsa, vegetarianism, and universal love. The non-cooperation movement was the first mass movement launched by Gandhiji seeking self-government or Swaraj for all Indians. The peaceful method followed by Gandhiji eventually led to India's freedom. He is known as the father of the nation because he was driving the force behind independence of India from foreign domination and the establishment of India as a nation. He believed that if the struggle was against injustice, then no physical forces required to fight the oppressor. Not only did he gain independence for India through non-violent methods, but he also brought peace and human rights to our country.
I'm concluding my words by saying that never misuse any freedom that has been provided to you. Misusing it could be a reason for you losing it. Thank you. A warm good morning to all. Peace is not merely a distant goal that we seek, but a means by which we arrive at that goal. Harmony and peace are the highest of wisdom that determines the breadth of vision, the depth of exploration, the extent of progress, and the limit of transcendence. Gandhiji, one of the apostles of peace, not only propagated peace at the world level, also understood it fully. He played a significant role in fighting against the British rule in a peaceful manner and making India an independent nation. He encouraged the people of India to fight for freedom and bring peace and harmony to the nation. Gandhiji himself was a peace-loving human being and detested any kind of intolerance. He did not believe in wars and conflicts as solutions. It is these qualities that Gandhiji, father of our nation, inspired people to follow him. Gandhiji justified fights on moral grounds. He emphasized on using noble means such as satyagraha and ahimsa for arriving at peace at the world level. These methods are even more relevant and practical today as we find an escalation in the number of conflicts. Gandhiji did not believe in the primitive idea of an eye for an eye because he knew that it will leave the entire world blind. He advised to deal violence with non-violence, otherwise there will never be lasting peace. The need for violence only depicts our imperfections. Gandhiji once said, "The weak can never forgive. Forgiveness is the attribute of the strong." So, dear friends, our motive should be to pursue peace, prosperity, and harmony by showing full faith in the abnormal nature of human being toward perfection. The time has come to make rational, intelligent, and practical choice of fighting for peace. If we wish to grow and to survive, then there is no other choice. So, let's work together in the path shown by Gandhiji to create a peaceful world ahead. Thank you. Jai Hind. A warm good morning to all, respected teachers and my dear friends. First of all, I wish you a very happy Independence Day. On this auspicious occasion, I would like to share a few words regarding the topic Gandhiji, the peace fighter. Once in 1,000 years, a few brave people walk to the face of the earth and leave their marks forever. They make such an impact on humanity that it is almost immeasurable by human standards. Mahatma Gandhi was one among them. He made India an independent country without using nuclear weapons, armies, or mans. He led a decades-long non-violent struggle against British rule and India got its independence in 1947. The philosophy of Gandhiji was based on non-violence, sacrifice, truth, selfless service, and cooperation. According to Gandhiji, one should be brave, not a coward. One should fight a war with the weapons of truth and non-violence. Gandhiji justified fights on moral grounds. He gave priority to fights based on principles rather than on personal views. According to Gandhiji's thoughts, non-violence is the ultimate solution for all problems in the world. Truth is the most important aspect of Gandhiji's philosophy. During the freedom struggle, Gandhiji introduced the spirit of Satyagraha to the world. He made us understand that non-violence is not a weapon of the weak. It is a weapon that can be used by all. His whole life had been experiments of truth. So friends, we should all remember our great leaders. So let me conclude my words by saying that peace does not imply simply the absence of fear. Rather, it implies justice, truth, and freedom from fear. Thank you. Good morning, children. My name is Santosh Shetty and I'm going to say about few words on the topic Gandhiji, the peace fighter of India. As we all know that 15th August has become a very important day for Indian history. It is a day
that we got freedom from the hands of British. When we say about freedom, we literally can forget about Gandhiji who fought for India's independence. He used the non-violence as the ultimate weapon for India's independence. He was called the father of nation by Subhash Chandra Bose himself. India's independence has got by very hard struggle. People of various traditions and cultures also gather around and celebrate India's independence. The Prime Minister hoists the national flag, and after reciting the national anthem, he would give his annual speech. Many schools and colleges also hoist the national flags, and students do many several activities. It is because of Gandhiji that India got freedom from 200 years of slavery. Gandhi being such a great leader that he preferred Khadi cloth over British culture. He also encouraged the people to have faith in themselves and fight for their rights. Gandhi spent major day of his life for India's independence. During his struggle, he also led many movements such as civil disobedience movements, non-cooperation movement, Quit India movement, and the March in 1930, which was he walked about 400 kilometers. Finally, the Quit India movement was successful in getting rid of British. Gandhi did many great works, which still has an great impact on modern era. He tried to achieve Swaraj and remove untouchabilities, empower women's rights, and giving economic conditions for farmers. Many leaders and freedom fighters such as Azad, Bhagat Singh, and Lal Bahadur Shastri also contributed for India's independence. These five freedom fighters, along with Gandhiji, will always be remembered. 15 August 1947 was declared as Independence Day, and we always celebrate this day every year. And these freedom fighters, along with Gandhiji, will always be remembered in Indian history. Freedom is life itself. To a self-respecting people, slavery is more terrible than that. India was liberated on 15th of August 1947 from the slavery of the British. The date 15th of August from 1947 has become a very important day in Indian history. It was the luckiest day of the year 1947 when India became independent after a lot of hard struggle and sacrifices of Indian fighters. Independence Day is a very important day to keep the spirit of patriotism alive and at the same time enjoy the spirit of freedom. It also motivates us to bond with each other irrespective of which religion, caste, community, culture, etc. we belong to. We should remember our great leaders
like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and others. They devoted their entire life for the freedom of our country. A peaceful life that we are living today is just because of their sacrifices. Dear friends, we citizens of this country should always keep the past, present and future glory alive in every moment of this day. Let's all pledge to do our best for the development of our nation. Let's proud to be an Indian. Thank you. Jai Hind. നിത്യഭാസുരവേദചാരുതപൂത്തുലഞ്ഞൊരു ഭാരതം ജാതിവേഷമതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം സത്യധാർമ്മിക മൂല്യ സംഹിതമെന്നുമിവിടെ സനാതനം ഭാരതം ഭാരതം മനോഹരം മനോഹരം പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം ജാതിവേഷമതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം സത്യധാർമ്മിക മൂല്യ സംഹിതമെന്നുമിവിടെ സനാതനം ഭാരതം ഭാരതം മനോഹരം മനോഹരം പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം